നമസ്കാരം. തെക്കൻ ഗാസ മുനമ്പിലെ ഒരു തുരങ്കത്തിന്റെ ഉൾവശം കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ മാസം അവസാനം 6 ഇസ്രായേലി ബന്ദികളെ ഹമാസ് ഭീകരർ കൊലപ്പെടുത്തിയത് ഇവിടെ വച്ചാണ്. അവരുടെ മൃതദേഹങ്ങൾ 2 ദിവസത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരുന്നു. അത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കണ്ടെടുത്തത്. റഫയുടെ ടെൽ സുൽത്താൻ പരിസരത്തുള്ള ക്ലോസ്ട്രോഫോബിക് ഭൂഗർഭ പാതയിൽ IDF വക്താവ് റിയ അഡ്മിറൽ ഡാനിയൽ ഫഗാരി ഒരു പര്യടനം നടത്തുന്നത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ബന്ദികളെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് മൂത്രക്കുപ്പികൾ, സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, വലിയ രക്തക്കറകൾ എന്നിവയാൽ തുരങ്കം നിറഞ്ഞിരിക്കുന്നതായി തന്നെ കാണപ്പെട്ടു എന്നും പറയുന്നു. ബന്ദികളാക്കിയ ഹെർഷ് ഗോൾഡ്ബെർഗൻ പോളൻ, ഈഡൻ യെരൂഷാൽമി, ഒറി ഡാനിയോ, അലക്സ് ലോബനോവ്, കാർമൽ ഗാറ്റ്, അൽമോഗ് സരൂസി എന്നിങ്ങനെ ഓഗസ്റ്റ് 31 സൈന്യം കണ്ടെത്തുന്നതിന് തന്നെ മുമ്പ് ഓഗസ്റ്റ് 29 ബന്ദികളാക്കിയവർ തുരങ്കത്തിൽ വെച്ച് വധിക്കപ്പെട്ടു. ഫൂട്ടേജുകൾക്കൊപ്പം തുരങ്കത്തെക്കുറിച്ചും കൊല്ലപ്പെട്ട 6 ഇസ്രായേലികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പ്രവർത്തനത്തെത്തി IDF പുതിയ വിശദാംശങ്ങൾ പുറത്തുവിട്ടു. ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു ബന്ദിയെ ജീവനോടെ രക്ഷപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് 700 മീറ്റർ മാത്രം അകലെയാണ് അവരെ തടവിലാക്കിയിരുന്നത്. അവരുടെ മൃതദേഹം കണ്ടെത്തിയ തുരങ്കം 120 മീറ്റർ നീളമുള്ള ഇടുങ്ങിയ പാതയാണ്. കുനിയാതെ നിൽക്കാൻ പ്രാപ്തരല്ല. അതുപോലെ തന്നെ ടെൽ സുൽത്താൻ സമീപ പ്രദേശത്തെ ഒരു വലിയ ഭൂഗർഭ ശൃംഖലയുടെ ഭാഗങ്ങൾ ബന്ധിപ്പിച്ചിരുന്നു. ഇത് IDF തന്നെ പ്രകാരം ഹമാസിന്റെ റഫയുടേതായിരുന്നു. ഗാസയിൽ ഇതുവരെ സൈന്യം കണ്ടെത്തിയ ഏറ്റവും വലിയ ഭൂഗർഭ സമുച്ചയങ്ങളിൽ ഒന്നാണ് തുരങ്ക ശൃംഖലയെന്ന സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഭൂഗർഭത്തിൽ 20 മീറ്ററോളം സ്ഥിതി ചെയ്യുന്ന തുരങ്കത്തിനുള്ളിൽ ഹമാസ് ഭീകരരും ഇസ്രായേൽ ബന്ദികളും ഭൂഗർഭത്തിൽ ദീർഘകാലം തന്നെ അതിജീവിക്കാൻ ഉപയോഗിക്കുന്ന ഭക്ഷണവും ഉപകരണങ്ങളും IDF കണ്ടെത്തി. IDF വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കുറഞ്ഞത് ആഴ്ചകളെങ്കിലും തുരങ്കത്തിൽ അതിജീവിക്കാൻ ആവശ്യമായ സാധനങ്ങൾ മതിയായിരുന്നു. ഉണങ്ങിയ ഭക്ഷണങ്ങൾ, വെള്ളം, താൽക്കാലിക ശൗചാലയമായി ഉപയോഗിക്കുന്ന ബക്കറ്റ്, നിരവധി കുപ്പിമൂത്രങ്ങൾ, മെത്തകൾ, ആക്രമണ റൈഫിൾ മാഗസീനുകൾ എന്നിവ തുരങ്കത്തിൽ നിന്ന് കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു. ഈ വീഡിയോ അടുത്തിടെ കുടുംബങ്ങൾക്കും ഇസ്രായേൽ മന്ത്രിസഭാ അംഗങ്ങൾക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലപ്പെടുന്നതിന് മുൻപുള്ള ആഴ്ചകളിൽ അവിടെ തടവിലാക്കപ്പെട്ട 6 ബന്ദികളെയാണ് കുറിച്ച് തങ്ങൾ വ്യക്തമാക്കിയതോടെ തത്സമയമായ ഇന്റലിജൻസ് ഇല്ലായിരുന്നുവെന്ന് സൈന്യം പറയുന്നത്. എന്നാൽ ഇസ്രായേലി തട്ടിക്കൊണ്ടുപോയവർ അയൽപക്കത്തുണ്ടാകുമെന്ന പൊതുവായ സൂചനകളുണ്ടായിരുന്നു. അതിനാൽ ഭൂമിക്ക് മുകളിൽ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചു. അതിലും ഭൂഗർഭത്തിൽ ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് വരുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് 6 ബന്ദികളെ കാവൽ നിൽക്കുന്ന ഹമാസ് പോരാളികൾ വധിക്കാൻ തീരുമാനിച്ചതായി തന്നെ ഭീകര സംഘടന സൂചന നൽകി. ഇതാണ് സംഭവിച്ചതെന്ന് ഇസ്രായേലും വിശ്വസിക്കുന്നു. ഓഗസ്റ്റ് 30 ഹമാസ് തടഞ്ഞ ഒരു വീട്ടിലെ കുട്ടികളുടെ മുറിയിൽ IDF തുരങ്കം കണ്ടെത്തി. ഒരു ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 31 ഭാരമേറിയ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് തുരങ്കത്തിലേക്ക് പ്രവേശിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു. അതിനുള്ളിൽ അവർ ഒരു ലോക്ക് ചെയ്ത സ്ഫോടക വാതിൽ കണ്ടെത്തി 6 ബന്ദികളെ കൊലപ്പെടുത്തിയ തീവ്രവാദികളെ പൂട്ടിയതാണെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു.